എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആലു ചപ്പാത്തിയാണ്. ആലു പൊറോട്ട എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ചപ്പാത്തിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ചപ്പാത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു 3 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ളത് പുഴുങ്ങി ഇതുപോലെ വയ്ക്കുക. നല്ലപോലെ പുഴുങ്ങണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഉടച്ചു കഴിഞ്ഞാൽ അതിൽ കട്ടകളായിട്ട് കിടക്കും. നമുക്ക് വേണ്ട വിധത്തിൽ കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഉരുളക്കിഴങ്ങും നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. ആ ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർക്കുക. 2 ഗ്ലാസ് തന്നെ ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് ആ ഒരു ചപ്പാത്തിയുടെ ഒരു ടേസ്റ്റ് നന്നായി കിട്ടുകയുള്ളൂ. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ കുരുമുളക് എടുത്ത് നല്ലപോലെ ചതച്ച് ചേർക്കുക. പിന്നെ മല്ലിയില, കറിവേപ്പില, പച്ചമുളക് എന്നിവ ചതച്ച് ചേർക്കുക. അരിഞ്ഞിട്ടാലും മതി, പൊടിയായി അരിഞ്ഞ് ചേർത്താലും മതി. 3 സ്പൂൺ എണ്ണ ചേർക്കുക. എള്ളെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ട, വേറെ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. നല്ലപോലെ കുഴയ്ക്കാൻ ശ്രമിക്കുക. ഒരു 15 മിനിറ്റ് നേരമെങ്കിലും കുഴയ്ക്കണം. ആ കുഴച്ചതിന് ശേഷം വെള്ളമൊന്നും ചേർക്കരുത്. ഒട്ടും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല ഇവിടെ. ഇനി മാവിലേക്ക് ഒരു കുഴിവുണ്ടാക്കിയിട്ട് അതിലേക്ക് 1 സ്പൂൺ എണ്ണ കൂടി ഒഴിക്കുക. എന്നിട്ട് കൈകൊണ്ട് വീണ്ടും അത് ഒരു 5 മിനിറ്റ് നേരം കൂടെ നല്ലപോലെ കുഴച്ചെടുക്കുക. കുഴച്ച് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് എണ്ണ തടവിക്കൊണ്ട് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 10 മിനിറ്റ് നേരം അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ മാവ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. നമുക്കിനി ഓരോ ചെറിയ ഉരുളകളായി ചപ്പാത്തി പലകയിലോ ഒരു പ്ലേറ്റിൻ്റെ മുകളിലോ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത് ഓരോ ചപ്പാത്തിയും ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇത് പരസ്പരം ഒട്ടി പിടിക്കുകയൊന്നുമില്ല. വെള്ളം ഇല്ലാത്ത കാരണം കൊണ്ട് ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഓരോ ചപ്പാത്തികളായി ചുട്ടെടുക്കാം. ഒരു പുറം ഒന്ന് ചൂടായി വരുമ്പോൾ അപ്പുറത്തേക്ക് തിരിച്ചിട്ടിട്ട് ഇതിലേക്ക് എണ്ണ വീണ്ടും തടവി കൊടുക്കുക. വീണ്ടും തിരിച്ചിടുക. ഒരുപാട് നേരം ഒരു സൈഡിട്ട് മൊരിച്ചെടുക്കരുത്. വേഗം തിരിച്ചിടണം. അപ്പുറത്തെ സൈഡിൽ എണ്ണ പരട്ടി കൊടുക്കുക. ആലു പൊറോട്ട ചെയ്യുന്നത് പോലെ തന്നെ. ഇനി അത് ഞാൻ നല്ലപോലെ കനം കുറച്ചത് കൊണ്ട് തന്നെ അതിന് വീർത്ത് വരുന്നില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. 2-3 ചപ്പാത്തികൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ നമുക്കത് പൊട്ടിച്ചെടുക്കാം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം എരിവും ഉപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാ ചപ്പാത്തികളും തയ്യാറായിട്ടുണ്ട്. ഞാൻ നേരത്തെ ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്ന കറികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.